പകരം നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന ചിന്താ വിഷയം അതിൻ്റെ 1-ാം വാക്യം 5-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമ്മൾ ചേർന്ന് വായിച്ചു. താഴെ സുവിശേഷം 5-ാം അധ്യായം 1-2 വാക്യം. ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ സ്വർഗരാജ്. ഇന്ന് പകൽക്കാലത്ത് എൻ്റെ ചിന്ത ഇതാണ്, കിങ്ഡം ഓഫ് ഹെവൻ, സ്വർഗരാജ് എന്നുള്ള വിഷയത്തെ പറ്റിയാണ് ഈ പകലിൽ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിനോട് ബന്ധപ്പെട്ടുള്ള ആദ്യം 1-ാമത്തെ വാക്യം. യേശു പുരുഷാരത്തെ കണ്ടപ്പോൾ അവൻ മലമേൽ കയറി. ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് വന്നു അവരോട് സംസാരിക്കുവാൻ ഇടയായില്ലേ. ഇതാണ് ഈ പ്രഭാഷണത്തിൻ്റെ ആരംഭം നമ്മൾ കാണുന്നത്. ഈ 2 വാക്യങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന യേശു ക്രിസ്തുവിൻ്റെ അധികാരമുണ്ട്, ശിക്ഷത്വമുണ്ട്, ദൈവരാജ്യമുണ്ട്, ഉപദേശമുണ്ട്, ആത്മീയ രൂപീകരണമുണ്ട് എന്നിവയുടെ വലിയ സത്യങ്ങൾ നമുക്ക് ആ വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ ഗിരിപ്രഭാഷണം നമ്മളെടുത്ത ചില നാളുകൾ നമ്മൾ പഠിക്കുന്നതിന് മുന്നേ ഈ മഹത്തായ ഈ പ്രഭാഷണം നടത്തിയ അതിൻ്റെ ദാതാവായ യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെ പറ്റി നമ്മൾ വളരെ വ്യക്തമായി നമ്മൾ പഠിക്കുവാൻ തയ്യാറായാൽ എന്തിനു വേണ്ടിയാണ് ഈ പ്രഭാഷണം നമുക്ക് നൽകുന്നതെന്ന് മനസ്സിലായാൽ, പ്രഭാഷണം നൽകുന്ന യേശുവിനെ പറ്റി നമ്മൾ പഠിക്കുവാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൽ കേൾക്കപ്പെടാൻ പോകുന്ന വചനത്തിൻ്റെ അർത്ഥതലങ്ങൾ ഒത്തിരി മാറുവാനിടയാകും. കാരണം യേശു ഒരു സാധാരണ ഗുരുവോ തത്വചിന്തകനുമല്ല. ഈ പഠിപ്പിക്കുന്ന യേശു ദൈവപുത്രനും ദൈവത്തിൻ്റെ വചനവും രാജാതി രാജാവും നമ്മുടെ രക്ഷകനുമായ കർത്താവുമാണ്. ഈ തിരുവചനത്തിൽ കൂടി നമ്മൾ സംസാരിക്കുന്ന സത്യം നമ്മൾ മനസ്സിലാക്കിയ ചിന്തകൾ മാറും. ഇതുപോലെ ഞാനാണ് ഈ വചനം നിങ്ങളെ പറ്റി സംസാരിക്കുന്നുവെങ്കിലും ഇതിൻ്റെ ഉപജാതാവ്, ഇത് കൽപ്പിച്ച വ്യക്തിയാരാണ്? നസ്രായനായ യേശുവാണ്. യേശുവിൻ്റെ ദൈവത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടി വേണം ഈ തിരുവചന പ്രവേശനത്തിലേക്ക് നമ്മൾ കടക്കുവാൻ. സാധാരണ നമ്മൾ ഒരുപാട് പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്. അതുപോലെ ഒരു സാധാരണ പ്രസംഗം കേട്ടുകൊണ്ട് അവസാനിപ്പിക്കുവാനല്ല, നമുക്ക് വ്യക്തമായി ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ അവിടുന്ന് എന്നോട് സംസാരിക്കുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തിരുവചനത്തിൽ പലരും സംസാരിക്കുന്ന വാക്കുകളുണ്ട്, മോശം സംസാരിക്കുന്നുണ്ട്, പ്രവാചകന്മാർ സംസാരിക്കുന്നതുണ്ട്, പുതിയ നിയമ സുവിശേഷകന്മാർ പ്രസംഗിക്കുന്നതുണ്ട്, പൗലോസ് സംസാരിക്കുന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായ നിലവാരത്തിൽ യേശു ക്രിസ്തു തന്നെ നമ്മോട് സംസാരിക്കുന്ന ദൈവവചന സത്യം എന്നതിലെ അർത്ഥതലങ്ങളുണ്ട്. ഇതുവരെ നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത നിലവാരത്തിൽ, നമ്മൾ പഠിച്ചിട്ടില്ലാത്ത ആഴങ്ങളിൽ പരിശുദ്ധാത്മാവ് ഈ വചനത്തിൻ്റെ ആഴങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ തുറന്നു കൊണ്ടുവന്നേക്കവണ്ണം നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. അങ്ങനെ നമ്മൾ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നാൽ ഈ ഗിരിപ്രഭാഷണം ഒരു സാധാരണ പ്രസംഗമായി നമുക്ക് തോന്നുകയില്ല. ഈ പ്രഭാഷണം നമ്മുടെ ചിന്തകളെ മാറ്റുവാനിടയാകും, നമ്മുടെ മനോഭാവങ്ങളെ മാറ്റുവാനിടയാകും, നമ്മുടെ സ്വഭാവത്തെ മാറ്റുവാനിടയാകും, നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനിടയാകും, നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ ക്രമീകരണത്തിന് ഈ ബൈബിൾ ക്ലാസ് മുഖാന്തരമാക്കി മാറുവാനിടയാകും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അങ്ങനെ കൊതിയുള്ള ആരെങ്കിലുമുണ്ടോ? പ്രൈസലോ. നമ്മളിവിടെ കഴിവിക്കാനായിരിക്കുവാനല്ല, കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകണം? വ്യതിയാനങ്ങളുണ്ടാകണം. വ്യത്യാസം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇത് തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞത് ഈ പ്രഭാഷണം കേൾക്കുവാനുള്ളതല്ല, പഠിക്കുവാനുള്ളതല്ല, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ളതാണ്. 1 മണിക്കൂർ സമയം ദൈവജനമായി നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കും. കർത്താവേ, കേൾക്കപ്പെടുന്ന വചനങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം സംഭവിക്കുവാൻ തക്കവണ്ണം ഇത് ഒരുക്കണമെന്ന പ്രാർത്ഥനയോടെ നമുക്ക് ദിവസത്തിലായിരിക്കാം. ഒത്തിരി കാര്യങ്ങൾ ദൈനംദിന ജീവിതത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളൊരു പഠനമല്ല, ഈ ക്ലാസ്സുകളിൽ കൂടി ഒരു അറിവിൻ്റെ വർധനവല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. വിനയം ജീവിതത്തിൻ്റെ
ഒരു രൂപാന്തരമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. നമ്മൾ എത്ര നാളായാലും ഈ ജീവിതത്തിലേക്ക് വന്നിട്ട് എത്ര വർഷങ്ങളായിട്ടുണ്ട് അല്ലേ? നമ്മുടെയൊക്കെ ജീവിതം പുറമോട്ട് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ കണക്കുകളിൽ ധാരാളമുണ്ട്. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ കേട്ടത് ഒരുപാട് അറിവുകൾ നമുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ ആ വാക്യങ്ങളൊക്കെ കൊട്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് ദൈവജനത്തോട് എത്ര അറിവുണ്ടെന്നല്ലേ. ഒരു വചനം വായിക്കാൻ പറയുമ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ വചനം കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഈ വചനത്തോട് നമുക്ക് എത്രത്തോളം ആഴമായി ബന്ധമുണ്ട്. പക്ഷേങ്കിൽ ഈ സെക്ഷനിൽ നിന്ന് നമുക്ക് അറിവ് പ്രാപിച്ചുകൊണ്ട് പോകാനുള്ള വിനയം ജീവിതത്തിൽ എന്തുണ്ടാകണം? ഒരു മാറ്റം ഉണ്ടാകും, ചേഞ്ചസ് ഉണ്ടാകണം. അപ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഈ വചനത്തെ കൂടി എന്നെ പഠിപ്പിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതിൻ്റെ ഒന്നാം വാക്യത്തിൽ നിന്ന് യേശു അവൻ പുരുഷാരത്തെ കണ്ടാതെ, അപ്പോൾ യേശു അവിടെ പുരുഷാരത്തെ കണ്ടു അല്ലേ? അപ്പോൾ മനുഷ്യൻ പുരുഷാരത്തെ കാണുന്നത് പോലെയല്ല നമ്മുടെ കർത്താവ് കാണുന്നത്. നമ്മുടെ മുന്നിൽ കളിക്കാരായ 19 പേരുണ്ടെങ്കിൽ നമ്മൾക്ക് ആ വ്യക്തികളെ പറ്റി ഏകദേശം ഒരു കാഴ്ചപ്പാടുണ്ട്, ചിന്തകളുണ്ട്. നമ്മൾ ലോക ജീവിതത്തിലായിരിക്കുമ്പോൾ നമ്മുടെ കാഴ്ചകൾ അതേ രീതിയിലാണ്. പക്ഷേ യേശു ക്രിസ്തു മനുഷ്യരെ കാണുന്നത് അങ്ങനെയല്ല കാണുന്നത്. യേശു അവരിലേക്ക് കടന്നു വരുവാനിടയായി. വലിയൊരു ജനക്കൂട്ടമായി യേശു ക്രിസ്തുവിനെ കാണുകയോ അവർ ആത്മീയ അവസ്ഥയും ആവശ്യങ്ങളും യേശു കാണുവാനിടയായി. 9:36 യേശു പുരുഷാരത്തെ കണ്ടപ്പോൾ എല്ലാവരും കണ്ടതുപോലെയാണോ യേശു അവിടെ കണ്ടത്? അപ്പോൾ അവിടെ കാണുന്ന യേശു സാധാരണ പുരുഷാരത്തെ കാണുന്ന പോലെ മറ്റുള്ളവർ കാണുമ്പോൾ അവരെങ്ങനെ കാണുന്നത്? വലിയൊരു പുരുഷാരം അല്ലേ? ഒരു പ്രാസംഗികന്റെ മുന്നിൽ 1000 ജനം വന്ന് നിൽക്കുമ്പോൾ ആ പ്രാസംഗികന് വലിയ സന്തോഷമാണ് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു സാധാരണ പ്രാസംഗികൻ കാണുന്നത് പോലോ സാധാരണ ഒരു വ്യക്തി കാണുന്നത് പോലെയല്ല യേശു കണ്ടത്. വിനയം യേശു ആ വ്യക്തികളുടെ സാഹചര്യം മനസ്സെന്ന് പറഞ്ഞാൽ അവരിലേക്ക് യേശു ഇറങ്ങി ചെയ്യുവാനിടയായി. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നു. ഈ വചനം സംസാരിക്കുമ്പോൾ ഈ ഗിരിപ്രഭാഷണത്തിൽ ഓരോ നിമിഷങ്ങളിലും നമ്മളിലേക്ക് യേശു ഇറങ്ങാൻ പോകുകയും എത്ര എന്നിലേക്ക് കർത്താവേ വചനം അങ്ങനെയാണ്. വചനത്തിന് വിവിധ രീതിയിൽ പ്രവർത്തിക്കാനുള്ള കഴിവും ശക്തിയും വചനത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ഞാൻ വചനവുമായി ദിവസങ്ങളിലായിരിക്കുമ്പോൾ സമയങ്ങൾ ചെലവിട്ട് വളരെ പ്രതീക്ഷയോടെ ഈ ഗിരിപ്രഭാഷണം കേൾക്കുവാനായി ഞാൻ ദിവസങ്ങളിലായിരിക്കുമ്പോൾ ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്, ഒത്തിരി അറിവുണ്ട്. ഗിരിപ്രഭാഷണത്തെ പറ്റി എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്. പക്ഷേ ഇന്നെൻ്റെ കാലഘട്ടത്തിൽ 2026 ഓഗസ്റ്റ് മാസം മുതൽ ഈ തിരുവചനം കേൾക്കുവാൻ ഞാൻ അങ്ങനെ പാതപ്പെടുന്നതായിരിക്കുമ്പോൾ എൻ്റെ ദൈവം എന്നിലേക്കൊന്ന് ഇറങ്ങണമെന്ന്, എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ വിഷയത്തിലേക്ക് ഇറങ്ങി ഈ തിരുവചനത്തിൽ കൂടി എന്നോട് സംസാരിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. തമ്പുരാൻ നമ്മളെ അറിഞ്ഞ് നമുക്ക് ആവശ്യമായ ആത്മീയ ആഹാരം പകർന്നു തരുവാൻ ശക്തനാണെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. അതിന് കൊതിയുള്ള പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ വായിക്കുന്ന യേശു പുരുഷാരത്തെ കണ്ടപ്പോൾ ഇടയനില്ലാത്ത ആളുകളെ പോലെ അല്ലേ? അപ്പോൾ യേശു 5-ാം അധ്യായത്തിലും മലമുകളിൽ പ്രസംഗിക്കുവാനിരുന്നപ്പോൾ യേശു ആ ജനത്തിൻ്റെ അവസ്ഥയിലേക്ക് ഒന്നിറങ്ങുവാനിടയായി. അപ്പോൾ യേശു ആദ്യം മനുഷ്യരെ കാണുന്നു, പിന്നെ മനുഷ്യരുടെ വിഷയങ്ങൾ കാണുന്നു, മനുഷ്യരുടെ ആവശ്യങ്ങൾ അറിയുന്നു. അതനുസരിച്ചാണ് യേശു പ്രസംഗിക്കുവാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ പുരുഷാരം അവിടെ കടന്നു പോകുന്നത് ഈ പുരുഷാരത്തിന് എന്ത് വേണമെന്ന് മനസ്സിലാക്കി ആ പുരുഷാരത്തെ സ്കാൻ ചെയ്തിട്ടാണ് യേശു സംസാരിക്കുവാൻ തുടങ്ങുന്നത് അല്ലേ? അപ്പോൾ അത് കാണണമെങ്കിൽ എന്ത് വേണം? ആദ്യം കരുണയുള്ള ഒരു കണ്ണുകൾ നമുക്ക് ആവശ്യമാണ്. യേശു ആ ജനത്തെ കണ്ടപ്പോൾ ജനത്തിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ യേശുവിൽ എന്തുണ്ടായിരുന്നു? കരുണയുള്ള ദൂതങ്ങളായ നിലവാരത്തിൽ കടന്നുള്ള ജനത്തിന്റെ ദൂതങ്ങളായ സ്വഭാവത്തിലുള്ള ദൂതങ്ങളായ ചിന്തകളിലുള്ള ജനത്തിന്റെ നടുവിൽ അവരോട് സംസാരിക്കുവാൻ തക്കവണ്ണം അവരിൽ കരുണയുള്ള ഒരു കണ്ണുകൾ തുടങ്ങിയായിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു.
ഞാൻ വിഷയത്തിലേക്ക് പറയാം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം. നമ്മുടെ ഈ പ്രഭാഷണത്തിന്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത് കിടമുള്ളത് സ്വർഗരാജ്യം എന്നുള്ളതാണ്. സ്വർഗരാജ്യത്തിൽ ഒരു വ്യക്തിക്ക് എങ്ങനെ പ്രവേശിക്കാൻ പറ്റൂ എന്നുള്ളതാണ് ഈ ഗിരിപ്രഭാഷണത്തിന്റെ ഏറ്റവും മുഖ്യമായ സന്ദേശം. എന്താണ് സ്വർഗരാജ്യം? സ്വർഗരാജ്യത്തിന്റെ മക്കൾ എങ്ങനെ സ്വർഗത്തിൽ എത്തിച്ചേരും എന്നുള്ളതിന്റെ കാര്യങ്ങൾ വളരെ വ്യക്തമായി കർത്താവ് പഠിപ്പിക്കുകയാണ്, അല്ലേ? മത്തായി പ്രയോഗത്തിൽ അവിടെ നമ്മൾ കാണുന്നു ആത്മാവിൽ സ്വർഗരാജ്യം, സ്വർഗത്തിലൊരു രാജ്യത്തെ പറ്റിയാണ് അത് പറയുന്നത്. മത്തായി പറയുന്നില്ലേ? മത്തായി യേശുക്രിസ്തു പറഞ്ഞതായി മത്തായി പറയുന്നില്ലേ? അപ്പൊ ഒരു രാജ്യത്തെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ഭൂമിശാസ്ത്രപരമായ ഇംഗ്ലണ്ട് എന്ന രാജ്യത്തെ പറ്റി പഠിക്കുമ്പോൾ ഭൂമിശാസ്ത്രമായ ഒരു രാജ്യമില്ലേ? ഈ രാജ്യത്തിന് ചില അതിരുകളുണ്ട്, ഇല്ലേ? ഓരോ രാജ്യങ്ങളെ പറ്റി പഠിപ്പിക്കുമ്പോൾ ആ ഭൂമിശാസ്ത്രപരമായ പശ്ചാത്തലങ്ങൾ, അതിന്റെ കാലാവസ്ഥകൾ, അവിടെയുള്ള മനുഷ്യർ, അവിടെയുള്ള രാജാവ്, അവിടെയുള്ള ജീവിതങ്ങൾ, അവിടെയുള്ള നന്മകൾ എല്ലാം ഭൂമിശാസ്ത്രപരമായ ചില പ്രത്യേകതകൾ എന്തുണ്ട് ആ രാജ്യത്തെ പറ്റിയുണ്ട്, അല്ലേ? മത്തായി ഇവിടെ പഠിപ്പിക്കുന്ന സ്വർഗത്തിന്റെ രാജ്യത്തെ പറ്റിയുള്ള പ്രത്യേകത അവിടെ ഭരണവും അധികാരവും ആർക്കാണ്? സർവശക്തനായ ദൈവത്തിനാണ്, അല്ലേ? അപ്പോൾ അവിടെ ദൈവത്തിന്റെ ഭരണം 5:3, 6:20, മത്തായി 5:3 വായിക്കും. മത്തായി പറയുന്നത് 5:3 അല്ല, അവിടെ പറയുന്നത് ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം. അവർ ലൂക്കോസ് 6:20 വായിച്ചു. മനസ്സിലായോ? വ്യത്യാസം എല്ലാം കാണുന്നുണ്ടോ? അത് മാത്രമേ വ്യത്യാസം കാണുന്നുള്ളൂ? വേറെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പിന്നെ ശ്രദ്ധിച്ചു നോക്കുക. പിന്നെ എന്റെ പോയിന്റിലേക്ക് എത്തിയിട്ടില്ല. ഓക്കെ, പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുന്നതിൽ അവർ ശ്രദ്ധിച്ച് വായിച്ചു നോക്കി എന്തെങ്കിലും വ്യത്യാസം. അതാണ് എന്റെ വിഷയം. ഞാൻ സംസാരിക്കുന്ന വിഷയം ഏതാ? കിങ്ഡം ഓഫ് ഹെവൻ എന്നുള്ളതാണ് എന്റെ വിഷയം, ഇല്ലേ? അപ്പൊ മത്തായി പറയുന്നത് സ്വർഗരാജ്യം, ഇല്ലേ? പക്ഷെ ലൂക്കോസ് പറയുന്നത് ദൈവരാജ്യം, ഇല്ലേ? ഈ ഇരുവരും സൂചിപ്പിക്കുന്ന ദൈവത്തിന്റെ രാജ്യവും ഭരണം തന്നെയാണ്. എന്നാൽ മത്തായി സ്വർഗരാജ്യം എന്ന് പറയുവാൻ കാരണം യഹൂദ പശ്ചാത്തലവുമായി ഒത്തിരി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ പറഞ്ഞില്ലേ മത്തായി ആർക്കാണ് വിശ്വസിക്കുന്നത്? യഹൂദന്മാരെ ബേസ് ചെയ്ത് മത്തായി യേശുവിനെ എന്തായിട്ടാണ് കാണിക്കുന്നത്? യേശുക്രിസ്തുവിന്റെ രാജ്യത്വമാണ്. അതിന്റെ കഴിഞ്ഞ വളരെ വിശദമായിട്ട് പറയുന്നത്. അപ്പൊ മത്തായി ഈ സ്വർഗരാജ്യം എന്ന് പറയാനുള്ള കാരണം ഈ സ്വർഗം എന്നത് ദൈവത്തെ സൂചിപ്പിക്കുന്ന ഒരു പരോക്ഷ പ്രയോഗമായി ഇന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. കിങ്ഡം ഓഫ് ഗോഡ്, കിങ്ഡം ഓഫ് ഹെവൻ. ഇത് ഈ ആശയം ഒരു പ്രത്യേക സ്ഥലത്തെ കുറിച്ചുള്ളതല്ല. രാജ്യം എന്ന പ്രധാനമായും രാജാവിന്റെ ഭരണം, അധികാരം, സാന്നിധ്യം എന്നിവയെ സൂചിപ്പിക്കുന്നതാണ്. സ്വർഗം ദൈവത്തിന്റെ വാസസ്ഥലമായി കാണപ്പെട്ടതിനാൽ യഹൂദന്മാരോട് സംസാരിക്കുന്ന മത്തായി സ്വർഗരാജ്യം എന്ന പ്രയോഗം പ്രത്യേകമായി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി യഹൂദന്മാരുടെ ഒരു പ്രത്യേക അവരുടെ ലക്ഷ്യത്തിൽ എന്തുമായിരുന്നു? സ്വർഗത്തിൽ എത്തുക, അല്ലേ? അപ്പോൾ ആ സ്വർഗത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുള്ള യഹൂദന്മാരുടെ മത്തായി പറയുകയാണ് ആത്മാവിൽ ദരിദ്രരായവർ, അങ്ങനെയുള്ളവർക്ക് എവിടെ കിട്ടും? നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സ്വർഗരാജ്യം കിട്ടും, അല്ലേ? 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഇസ്രായേലിൽ മാനുഷിക രാജാക്കന്മാർ ധാരാളം ഉണ്ടായിരുന്നു, ഇല്ലേ? നമുക്കറിയാം ഇസ്രായേലിൽ 1-ാമത്തെ രാജാവ് ആരായിരുന്നു? ശൗൽ. 2-ാമത്തെ ഇസ്രായേലിൽ മാനുഷികമായി ദൈവത്താൽ ഒരുക്കപ്പെട്ട രാജാക്കന്മാർ ധാരാളം ഉണ്ടായിരുന്നു. എങ്കിലും അടിസ്ഥാനപരമായി ഇസ്രായേലിന്റെ യഥാർത്ഥ രാജാവാരായിരുന്നു യഹോവയാം ദൈവം.
അത് 12 വായിക്കും. ഇസ്രായേലിനോട് ഞങ്ങളെ ഭരിക്കുവാൻ ഒരു രാജാവ് ഉണ്ടാകണമെന്ന് അവർ ആവശ്യപ്പെട്ടു. എന്നാൽ ശമൂവേൽ പറയുന്നതിനാ നിങ്ങളുടെ രാജാവ് ആരാണ്? അപ്പോൾ മാനുഷികമായി ഒരുപാട് രാജ്ഞിമാരുണ്ടെങ്കിലും അവരുടെ യഥാർത്ഥ രാജാവ് ആരാണ്? ഭൂമിയായ ദൈവം. ശമൂവേൽ, ദാവീദ്, ശലോമോൻ തുടങ്ങിയ ദൈവത്തിന്റെ സ്ഥാനത്ത് അവർ സ്വതന്ത്ര രാജാക്കന്മാരായിരുന്നില്ല. അവർ ദൈവത്തിന് കീഴിലുള്ള ഭരണാധികാരികളായിരുന്നു. അവർ ലോകത്തിൽ രാജാക്കന്മാരാണെങ്കിലും അവരായിരുന്നു വലിയ രാജാവിൻ്റെ കീഴിലെ വചനത്തിൽ നമ്മൾ സഭാപ്രസംഗം ഉന്നതമീതേ അത്യുന്നതൻ. അപ്പോൾ മാനുഷികമായി നോക്കുമ്പോൾ ഈ വ്യക്തി രാജാവല്ലേ? ദാവീദ് എന്ന് പറയുന്നത് രാജാവാണ്. ശമൂവേൽ എന്ന് പറയുന്നത് രാജാവാണ്. ഇങ്ങനെ ശലോമോൻ രാജാവാണ്. പക്ഷെങ്കിൽ ലോകത്തിന് മുന്നിൽ അവർ ഉന്നതനാണെങ്കിലും അവർക്ക് മുകളിൽ, അതാണ് ഈ ശലോമോനാണ് എഴുതിയതില്ലേ, ഉന്നതന് മീതെ അത്യുന്നത എന്ന് പറഞ്ഞാൽ ലോകത്തിലെ രാജാക്കന്മാരാണെങ്കിലും സ്വർഗീയ രാജാവിന്റെ കരക്കീഴിലെ ഭരണാധികാരികളാണെന്നുള്ള ചിന്ത ഏത് രാജാക്കന്മാർക്കും ഉണ്ടായിരുന്നു. അവർ അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്നു. മനസ്സിലായി? എന്നാൽ ആർക്കെങ്കിലും സ്വയമായി ഒരു ചിന്ത കയറി വരിക, ഞാൻ രാജാവ് അല്ലേ? നെബൂഖദ്നേസർ രാജാവ് ഒരിക്കൽ പറഞ്ഞില്ലേ, എന്റെ കൈയുടെ ബലം കൊണ്ട് ഞാൻ ഇതൊക്കെ നേടി ഇല്ലേ? എന്തുപറ്റി? മനസ്സിലായില്ലേ? അപ്പോ ആർക്ക് സ്വന്തം ഞാൻ രാജാവ്, എന്റെ കഴിവ്, എന്റെ അധികാരം, എന്റെ ശക്തി, എന്റെ കരവിരുന്നുകൊണ്ട് ഇതൊക്കെ നേടിയെന്ന് ആര് ചിന്തിക്കുന്നുവോ അവർ തകർച്ചയുടെ പടിമൊഴിയിലേക്ക് പോയപ്പോ സ്വർഗത്തിലെ ദൈവന്റെ രാജാവ്, ആ രാജാവിന് കീഴിലെ ഭരണാധികാരികൾ ഞാനെന്ന് സമർപ്പിച്ച് മുൻപോട്ട് പോയ ഏതൊരു വ്യക്തിയും അവരുടെ അധികാര സ്ഥാനങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്നിടത്തോളം കാലം വിജയത്തോടെ നിൽക്കുവാൻ ഇടയായിട്ടുണ്ട്. പുറപ്പാട് 18 വാക്യത്തിൽ മോശ ചെങ്കടൽ കടന്നതിന് ശേഷം മോശ പാടുന്ന ഒരു വാക്കുണ്ട്, യഹോവ എന്നേക്കും വാഴില്ലേ? യഹോവ എന്നേക്കും രാജാവ്. പ്രൈസറോ ആരുടെ മുന്നിലാ? ഫറവോൻ എന്ന മഹാരാജാവിന്റെ മുന്നിലേ അല്ലേ? ഫറവോൻ വലിയ അധികാരമുണ്ടായിരുന്നില്ലേ? പക്ഷെ ഫറവോന്റെ അധികാരത്തിനൊരു പരിമിതി ഉണ്ടായിരുന്നു. ചെങ്കടലിനെ മാറ്റുവാൻ ഫറവോന് പറ്റിയോ? ചെങ്കടലിൽ ഇക്കരെ കടക്കുവാൻ ഇസ്രായേൽ ജനം മാർച്ച് ചെയ്തു വന്നപ്പോൾ അവരെ തടഞ്ഞു നിർത്തുവാൻ ഫറവോന് പറ്റിയോ? ഞാനാണ് സകലവും. ഞാൻ ഈ പ്രവചനത്തിലൊക്കെ വായിക്കുന്നത് നൈൽ നദിയിൽ കിടന്ന അവൻ അല്ലെങ്കിൽ കൽപ്പിക്കുന്നൊക്കെ എന്ന് പറഞ്ഞാൽ സകലത്തിന്റെ അധികാരിയെ വാഴുന്ന സമയത്ത് തിരുവചനം പറയുന്നു, മോശ പറയുന്നു, ഫറവോനെ നീയല്ല രാജാവ്, യഹോവ എന്നേകം രാജാവ്. യെശയ്യാപ്രവചനം 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. നമ്മൾ ആ മുകളിലത്തെ ഭാഗ്യത്തിലും ഫറവോന്റെ വിഷയത്തിലും വായിച്ചത് ഫറവോന് രാജാവിന് ഒരു പരിമിതി ഉണ്ടെന്നാൽ യഹോവയുടെ രാജത്വത്തിന് പരിമിതിയില്ലാത്ത രാജത്വം. യെശയ്യാ 6:8 നമ്മൾ വായിക്കുന്നു. യെശയ്യാ ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിച്ചപ്പോൾ താൻ പറയും, എന്റെ കണ്ണുകൾ സൈന്യങ്ങൾ യഹോവയായ ഉസിയാ രാജാവ്, പല രാജാക്കന്മാരുടെ ചരിത്രം അറിയാവുന്ന പറയുകയാണ്, ഞാൻ കാണുന്ന ഒരു സിംഹാസനമല്ല, സിംഹാസനത്തിൽ ഒരു രാജാവ് ഇരിക്കുന്നത് ഞാൻ കാണുന്നു അല്ലേ? അപ്പോൾ യെശയ്യാവിന്റെ വിളിയുടെ ആരംഭം തന്നെ ഈ ദർശനത്തിൽ നിന്നാണ്. താൻ ആദ്യം കാണുന്ന ആരെ കാണുന്നു? രാജാവിനെ കാണുന്നു. അതുപോലെ എന്ത് സംഭവിച്ചു? തന്റെ അശുദ്ധി തിരിച്ചറിഞ്ഞില്ലേ? ഈ ലോകത്തിന്റെ ഏതെങ്കിലും രാജാക്കന്മാരെ കാണുമ്പോൾ അശുദ്ധി തിരിച്ചറിയുമോ? അവിടെ കുറച്ചുകൂടെ നമുക്ക് തലക്കനം കൂടത്തേ ഉള്ളൂ ഇല്ലേ? എന്നാൽ സ്വർഗീയ രാജാവിനെ കണ്ടാലുള്ള പ്രത്യേകതയാണ് നമ്മുടെ ജീവിതത്തിൽ അശുദ്ധി തിരിച്ചറിയുവാനിടയാവും. അശുദ്ധി തിരിച്ചറിഞ്ഞാലുള്ള ഗുണമെന്താണ്? അവരുടെ ജീവിതത്തിൽ ശുദ്ധീകരണം ലഭിക്കുവാനിടയായില്ലേ? ശുദ്ധീകരണം ലഭിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കും? ഇതാ അറിയില്ല, എന്നെ അയക്കണം എന്ന് പറയുന്ന തലം വെളിപ്പെടുന്നു അല്ലേ? അപ്പോൾ ശരിയായ രാജാവിനെ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നു? നമ്മുടെ ജീവിതത്തിൽ സ്വഭാവം മാറും, നമ്മുടെ ജീവിതത്തിൽ ജീവിതം മാറും, നമ്മുടെ ജീവിതത്തിൽ സമർപ്പണത്തിന്റെ അനുഭവങ്ങൾ കടന്നു വരുവാനിടയാകും അല്ലേ? 45-ാം സങ്കീർത്തനം 13-ാം വാക്യത്തിൽ വായിക്കും, നിന്റെ രാജ്യം നിത്യരാജ്യം, നിന്റെ ആധിപത്യം
തലമുറ തലമുറയായി നിൽക്കുമില്ലേ? അപ്പോൾ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നിന്റെ രാജ്യത്വം എങ്ങനെ നിലനിൽക്കുന്ന? നമ്മൾ പഠിക്കുന്ന സ്വർഗരാജ്യത്തെ പറ്റിയാണ്. സ്വർഗരാജ്യത്തിലെ രാജാവുള്ള കർത്താവ് യഹോവയാം ദൈവമാണ്. പഴയ നിയമത്തിൽ രാജാവ് യഹോവയാം ദൈവമാണ്. പഴയ നിയമത്തിലെ രാജാവിനെ പറ്റിയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നിന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാണ്, തലമുറ തലമുറയായി നിലനിൽക്കുന്ന രാജ്യത്വമാണ്. നമുക്കറിയാം, മനുഷ്യരാജ്യങ്ങൾ ചിലപ്പോൾ ഉയർന്നു നിൽക്കുവാനിടയാകും, ചിലപ്പോൾ വീഴുവാനിടയാകും. അല്ലേ? കഴിഞ്ഞ ആഴ്ചയിൽ ഞാനൊരു വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിച്ചിട്ട് നിങ്ങൾ എത്ര പേര് കണ്ടതാണ്? അതിനകത്ത് 4 സാമ്രാജ്യത്തെ പറ്റി പറയുന്നുണ്ട്. ഏതൊക്കെയാണെന്നറിയോ? 1 പാർസി സാമ്രാജ്യം, 2 ഗ്രീക്ക് സാമ്രാജ്യം, 3 കേട്ടില്ലേ? റോമൻ സാമ്രാജ്യം, പിന്നെ ബാബിലോണി സാമ്രാജ്യം. ഇല്ലേ? അങ്ങനെ 4 സാമ്രാജ്യം. ഇല്ലേ? 1 ബാബിലോണിയും പാർസി സാമ്രാജ്യവും, ഈ സൈഡിൽ ഇങ്ങേ സൈഡിൽ ഗ്രീക്ക് സാമ്രാജ്യവും റോമൻ സാമ്രാജ്യം. ഉൽപ്പത്തിയൊക്കെ ഞാനൊരു 60 മിനിറ്റിന്റെ ക്ലിപ്പായിട്ട് അവിടെ ഒരു 20 മിനിറ്റേ വന്നുള്ളൂ. അതുകൊണ്ട് കേട്ടത് ഗ്രീക്കര് എവറസ്റ്റിലെ പ്രിയപ്പെട്ടവരുടെ മാനസിക സ്ഥിതി അനുസരിച്ച് എനിക്ക് ഗൂഗിൾ തന്നെ അവർക്ക് വെട്ടിക്കൊടുത്തത്. 60 അവര് 19 മിനിറ്റ് ആക്കി ചുരുക്കി പ്രയോഗിച്ചത്. 60 മിനിറ്റ് ക്ലിപ്പുണ്ട്. അതിനുള്ളിൽ വളരെ ശക്തമായ രീതിയിൽ ഞാൻ ആ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് പ്രയോഗിച്ചത്. അതിനുള്ളിൽ നമ്മൾ മനസ്സിലാക്കണം, ഞാൻ അതിൻ്റെ ഗ്രീക്ക് സാമ്രാജ്യത്തിലാണ് ഞാൻ പോയത്. ആ ഗ്രീക്ക് സാമ്രാജ്യം വളരെ പുരാതനമായ സാമ്രാജ്യമാണ്. അല്ലേ? നമുക്കറിയാം, നമുക്ക് വളരെ സുപരിചിതമാണ്. ആ ഗ്രീക്ക് സാമ്രാജ്യം എന്ന് പറയുന്ന ആരംഭം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരുന്നു. അത് മക്കദോനിയ തുടങ്ങിയാണ്. മക്കദോനിയൻ രാജാവ് ഫിലിപ്പ് രാജാവിൽ തുടങ്ങിയതാണ്. താൻ ചെറിയ എവിടെ മക്കദോനിയ എന്ന് പറയുന്ന ഒരു ചെറിയ പ്രവിശ്യക്കുള്ളിൽ മാത്രം നിന്നതായ ഒരു വ്യക്തിയാണ്. തനിക്ക് ഒരു മകനുണ്ടായി. അവന്റെ പേരാണ് അലക്സാണ്ടർ. മകനുണ്ടായി കുറച്ച് കഴിഞ്ഞപ്പോൾ താൻ വേറൊരു സ്ത്രീ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത മകൻ അടുത്ത രാജാവ് ആരാകുന്നത് വലിയ പ്രതിസന്ധി അവിടെ ഉണ്ടായി, ആ സമയത്തിലുണ്ടായി. അപ്പോൾ അവരുടെ ഭാര്യയും അലക്സാണ്ടറും കൂടെ അവൾ വേറെ രാജ്യത്തിൻ്റെ രാജ്ഞിയായിരുന്നു. അവർ രാജ്യത്തിലേക്ക് മടങ്ങി പോകാനിടയായി. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം മക്കദോനിയ കഴിഞ്ഞ് ഏതനിലെ ഗ്രീസില് അഥേനയിലേക്ക് വന്ന് അവിടെ പിടിച്ചിട്ട് പോകാനിടയിൽ ഇങ്ങനെ വെട്ടിപ്പിടിച്ച് ഗ്രീസിനെ ഒരു സാമ്രാജ്യമാക്കി കൊണ്ടുവരുവാൻ എല്ലാം ക്രമപ്പെടുത്തി. അത് കഴിഞ്ഞ് പാർസി രാജ്യത്തിലേക്ക് തന്റെ യുദ്ധത്തിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം തന്റെ അംഗരക്ഷകരാൽ വെടിയേറ്റുമിരിക്കുകയായി. 20 വയസ്സുള്ളതായ മകനായ അലക്സാണ്ടർ ഭരണമേറ്റെടുക്കുവാനിടയായി. അലക്സാണ്ടറാണ് ഇതിനെ ഗ്രീക്കിനെ ഒരു സാമ്രാജ്യമാക്കി വളർത്തിയെടുക്കുന്നത്. താൻ അവിടെ നിന്ന് യുദ്ധം ആരംഭിച്ച് ആദ്യം തകർത്തത് പാർസി സാമ്രാജ്യത്തെ. പാർസി ശക്തി അവർ തകർത്ത് ഗൾഫ് മണ്ഡലങ്ങൾ, ഇസ്രായേൽ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇന്ത്യ വരെ താൻ പിടിച്ചെടുത്തു. താൻ ഒരു സ്റ്റെപ്പ് പോലും പുറമോട്ട് പോയില്ല. തനിക്ക് മുന്നോട്ട് മാത്രമായിരുന്നു യാത്ര. പിടിച്ചെടുത്ത് ഇന്ത്യ വരെ ആയപ്പോഴത്തേക്കിന് തൻ്റെ സൈന്യം തന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് തിരിച്ചു പോകണം. അപ്പോൾ താൻ അതിൽ നിന്ന് തിരിച്ചു പോകുന്ന സ്വഭാവം എനിക്കില്ലാത്തത് കൊണ്ട് താൻ വീണ്ടും മുൻപോട്ട് പോകാൻ തയ്യാറായപ്പോൾ ചരിത്രം പറയുന്നത് 32-33 വയസ്സിൽ താൻ ലോകത്തിൽ മാറ്റപ്പെട്ടു. തിരികെ വിഷം കൊടുത്ത് കൊന്നതാണെന്ന് പറയുന്നു. എങ്ങനെയാണെന്ന് കൂടുതൽ ചരിത്രങ്ങൾ എനിക്കറിയില്ല. താൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. പിന്നെ ആ സാമ്രാജ്യം 4 പ്രവിശ്യകളായി, ഈ ഗ്രീക്ക് സാമ്രാജ്യം 4 പ്രവിശ്യകളായി മാറുവാനാണ്. അതാണ് ദാനിയേൽ പ്രവചനത്തിൽ 7-8 വായിക്കുമ്പോൾ 4 മൃഗത്തെ കാണുന്നതിന്, 4 മൃഗം എന്ന് പറഞ്ഞാൽ 4 സാമ്രാജ്യങ്ങളാണ്. ഇല്ലേ? ഒരു മൃഗം 4ആയി മാറുന്നതിന് മുമ്പ് വായിക്കുന്നുണ്ട്. അതിലേക്ക് പോകുന്നില്ല.
അപ്പോൾ ഞാൻ പറഞ്ഞത് അതാണ് ഗ്രീക്ക് സാമ്രാജ്യം. റോമൻ സാമ്രാജ്യം അങ്ങനെ റോം എന്ന് പറയുന്നത് ഒരു ചെറിയ പട്ടണത്തിൽ തുടങ്ങിയതാണ്. അവരാദ്യം പിടിച്ചെടുത്തത് ഇറ്റലിയാണ്, ഇല്ലേ? അവർ പഠിപ്പിച്ചെടി വെച്ച് മുന്നോട്ട് കൊണ്ടുപോകുകയായി. അവ ഇതിനെപ്പറ്റി ശക്തമായ രീതി വളർന്നു വന്നു. പക്ഷെങ്കിൽ അവൻ ഇത്ര ശക്തമായി വളർന്നത് ഗ്രീക്ക് സാമ്രാജ്യത്തെ റോമൻ സാമ്രാജ്യം തകർക്കുവാനിടയായി. പിന്നീട് അതേ സൈഡിൽ പാർസ്യ രാജാവ്, ബാബിലോണിയ രാജാവ്, ചരിത്രങ്ങളൊക്കെ അതിനുള്ളിൽ ഞാൻ പറയുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം ഉയർന്നു വന്നു. പക്ഷേ ഇതെന്ത് സംഭവിച്ചു? വീഴുവാനിടയായി, എല്ലാം തകരുവാനിടയായി. തകരാത്തൊരു രാജ്യമാ ദാരിദ്ര്യം 8-ാം അധ്യായത്തിൽ നൽകുന്നുണ്ട്. തകരാത്തൊരു നിത്യരാജ്യമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യഹോവയായ ദൈവത്തിനുള്ളത്. നമ്മൾ അവിടുത്തെ പ്രജകളാണെന്നുള്ളത് ഒത്തിരി സന്തോഷകരമായ അനുഭവങ്ങളാണ്. അപ്പൊ പേർഷ്യ ഉയർന്നു, ബാബിലോൺ ഉയർന്നു, ഗ്രീസ് ഉയർന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? അതിന്റെ എല്ലാ സാമ്രാജ്യ രൂപത്തിൽ തന്നെ അവർ വീഴുവാനിടയായി. എന്നാൽ ദാനിയേൽ പ്രവചനത്തിൽ വായിക്കുന്നത് നമ്മുടെ ദൈവത്തിന്റെ രാജ്യം ദാനിയേൽ പ്രവചനം 8-ാം അധ്യായത്തിൽ വായിച്ച് അതിനുള്ള വ്യക്തമായി പറഞ്ഞതാണ്. അവന്റെ ആധിപത്യം നീങ്ങി പോകാതെ ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആധിപത്യം, അവന്റെ രാജ്യത്വം എത്രാമത്തെ വാക്യത്? 7-ാം തീയതി 14-ാം വാക്യം ഇല്ലേ? അതിന്റെ മുകളിലാണ് വായിക്കുന്നത്, അതിന്റെ താഴെയാണ് വായിക്കുന്നത്. 14 സകല വംശങ്ങളും ജാതികളും പക്ഷക്കാരും അവനെ സേവിക്കട്ടെ. അവൻ ആധിപത്യം മഹത്വം രാജ്യത്തിന് ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്തതും നിത്യാധിപത്യവും അവന്റെ രാജ്യത്ത് നശിച്ചു പോകാത്തതും ദാനിയേൽ എന്ന് ഞാൻ വായിക്കുന്നുണ്ട്. പ്രേക്ഷകരോ 7-ാം വാക്യത്തിൽ വായിക്കുന്ന 4 മഹാമൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുവാൻ ഇരിക്കുന്ന 4 രാജാക്കന്മാർ ഇല്ലേ? അങ്ങനെ അമ്മയ ചരിത്രത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവരെല്ലാം തകർന്നു പോകുവാനിടയായി ഇല്ലേ? പഴയ നിയമത്തിൽ ഈ രാജ്യത്വം ആരിലായിരുന്നു? യഹോവയാം ദൈവത്തിലായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ രാജ്യത്വം നസറായനായ യേശുവിലേക്ക് വരികയാണ്. നമ്മൾ കാണുവാൻ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ വായിക്കുന്നു. ഈ ഗിരിപ്രഭാഷണത്തിന്റെ ഏറ്റവും മുഖ്യമായ ഒരു ശാസ്ത്രമാണ് യേശു രാജാവ്. പഴയ നിയമത്തിൽ യഹോവ രാജാവ്, പുതിയ നിയമത്തിൽ യേശു രാജാവ് എന്ന് പറഞ്ഞാണ് ഈ ചരിത്രം പഠിപ്പിക്കുന്നത്. ഗിരിപ്രഭാഷണത്തിൽ നമ്മോട് സംസാരിക്കുന്ന യേശു കേവലം ഒരു മാനുഷിക അധ്യാപകൻ മാത്രമല്ല, അവനാരാണ്? രാജാതിരാജാവാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഗിരിപ്രഭാഷണം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് രാജാവിന്റെ കൽപ്പനയാണ്. സ്വർഗത്തിലെ രാജാവിന്റെ കൽപ്പനയാണ്. പഴയ നമുക്കറിയാം, രാജാവിന്റെ കൽപ്പന പ്രമാണിക്കൽ എന്ത് സംഭവിക്കും? അല്ലേ? അപ്പോൾ പുതിയ നിയമത്തിൽ രാജാവ് നമ്മളോട് വെറും കേവലം ഒരു അധ്യാപകനായി സംസാരിക്കുകയല്ല, ചില ഉപദേശങ്ങൾ തന്നുപിടിക്കുകയല്ല. ഇത് നമ്മൾ പ്രാവർത്തികത്തിൽ കൊണ്ടുവരത്തക്കവണ്ണമുള്ള ദൈവീയ കൽപ്പനകളാണ്. 2:2 വായി യഹൂദന്മാരുടെ രാജാവായി ഇവിടെ ഇല്ലേ? അവിടെ ഒരു അധ്യാപകനെ ഈ 6-ാം അധ്യായത്തിന്റെ 5-ാം അധ്യായത്തിൽ നമ്മൾ ഒരു അധ്യാപകനെയാണ് നമ്മൾ കാണുന്നില്ലേ? ഒരു ടീച്ചറെയാണ്, ഒരു ഉപദേശകനെയാണ് നമ്മൾ കാണുന്നില്ലേ? അപ്പോൾ അങ്ങനെയാണ് ഒരു ഉപദേശകൻ എവിടെയെന്നല്ല, ഒരു ടീച്ചർ എവിടെയെന്നല്ല, പിന്നെ ആരാണ്? രാജാവായി പറഞ്ഞവൻ. അപ്പോൾ യേശുവിന്റെ ജനനം തന്നെ ഒരു രാജ്യത്വത്തിന്റെ പ്രഖ്യാപനമായിരുന്നു. ജനിച്ച ഉടനെ തന്നെ രാജ്യത്വത്തിന്റെ പ്രഖ്യാപനമാണ് വെളിപ്പെടുന്നത്. ലൂക്കോസ് സുവിശേഷം 1:33 വായിക്കുന്ന ദൂതൻ മറിയോട് പറയുന്ന വാക്കുണ്ട്, അവൻ യാക്കോബിന്റെ ഗ്രഹത്തിന്മേൽ എന്നേക്കും വാഴും, അവന്റെ രാജ്യത്വത്തിന് അവസാനം ഉണ്ടാകുകയില്ല ഇല്ലേ? പറയുന്നത്. അപ്പൊ ഈ തിരുവചനം പ്രസംഗിക്കുന്ന ഗിരിപ്രഭാഷണത്തിന്റെ പ്രഭാഷകൻ ആരാണ്? എന്നേക്കും നിലനിൽക്കുന്ന രാജാവാണ്. ദാവീദിന്റെ സിംഹാസനത്തിന് അവകാശിയാണ്. അവസാനമില്ലാത്ത രാജ്യത്തിന്റെ ഉടമയാണ് അല്ലേ? ഈ ലോക ജീവിതത്തിന്റെ സകല ഭരണങ്ങളും എത്ര ശക്തമായി ഉയർന്നു നിന്നാലും ഇല്ലേ, അതൊക്കെ തകർന്നു പോകുമ്പോൾ തകരപ്പെടാത്ത ഒരു രാജ്യത്തിന്റെ രാജാവാണ് നമ്മോട് സംസാരിക്കുന്നത്. സൗദി രാജാവ് അല്ലെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ടിലെ രാജാവ് അല്ലെന്നുണ്ടെങ്കിൽ ലോകത്തിന്റെ ഏത് രാജാക്കന്മാരും കൽപ്പനകൾ പുറപ്പെടുവിക്കുന്ന ഒരു ബ്രാക്കറ്റ് പീരീഡ് കഴിയുമ്പോൾ ആ രാജാക്കന്മാർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടും. സ്വർഗത്തിലെ രാജാവ് നമ്മളോട് കൽപ്പിക്കുന്ന വാക്കുകൾ
എവിടെ വരെ നിൽക്കുന്നതാ? നിത്യതയിൽ ചെല്ലുമ്പോൾ ഈ രാജാവ് ഈ ചോദ്യം ചോദിക്കും. അപ്പോൾ കേവലം ഒരു സാധാരണ പ്രാസംഗിക വാക്കുകൾ പോലെയല്ല ഈ പ്രസംഗം കേൾക്കണമെങ്കിലോ നമ്മൾ കണക്ക് പറയേണ്ടതാണെന്ന് മനസ്സിലാക്കി നമ്മൾ ഈ പ്രസംഗം കേൾക്കുവാൻ നമ്മൾ തയ്യാറാണ്. ഇല്ലേ? അപ്പോൾ 145-13 നമ്മൾ വായിച്ചു. നിത്യരാജ്യ ആശയവുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു വാക്യമാണ് അവിടെ വായിക്കുന്നില്ലേ? അവന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാണല്ലേ? യോഹന്നാന്റെ സുവിശേഷം 18-36 വാക്യം വായിക്കുമ്പോൾ യേശു പറയുന്ന വാക്ക് എന്റെ രാജ്യം ഈ ലോകത്തിലുള്ളതല്ല. അല്ലേ? അപ്പൊ എന്ന് പറഞ്ഞാൽ യേശുവിന് രാജ്യമില്ല എന്നാണ് അതിന്റെ അർത്ഥം. അവന്റെ രാജ്യത്വത്തിന്റെ ഉറവിടം ഈ ലോകത്തിലെ രാഷ്ട്രീയ സംവിധാനങ്ങളിൽ നിലനിൽക്കുന്നതല്ല. വെട്ടിപ്പിടിച്ച് അലക്സാണ്ടർ ചക്രവർത്തി നേടിയതുപോലും നെബൂഖദ്നേസർ നേടിയതുപോലെ അല്ലെങ്കിൽ റോമാ സാമ്രാജ്യത്തിലെ ഭരണകർത്താക്കന്മാർ നേടിയതുപോലെ വെട്ടിപ്പിടിച്ച് നേടിയെടുക്കുന്നതല്ല സ്വർഗത്തിന്റെ സാമ്രാജ്യം. അത് മാനുഷിക രാഷ്ട്രീയത്തിൽ നിന്ന് ഉത്ഭവിച്ചതല്ല. അത് മാനുഷിക ശക്തിയാൽ സ്ഥാപിതമായതല്ല. അത് വാളിന്റെ ശക്തിയാൽ നിലനിൽക്കുന്നതല്ല. ഇന്ന് വെട്ടിപ്പിടിച്ചിട്ട് നാളെ വേറൊരു രാജാവ് വന്ന് തകർത്ത് കളഞ്ഞ് പിടിച്ചു വാങ്ങിച്ചു കൊണ്ടുപോകുവാൻ പറ്റുന്ന ഒരു രാജ്യത്തിന്റെ ഉടമയല്ല നമ്മുടെ കർത്താവ്. റോമൻ സാമ്രാജ്യത്തിന്റെ മാതൃകയിലുള്ളതല്ല നമ്മുടെ കർത്താവിന്റെ ഭരണം. അത് ദൈവിക രാജ്യത്വമാണ്. ആ ദൈവിക രാജ്യത്വത്തിന്റെ ഉടമകളാണ്, ആ ദൈവിക രാജ്യത്വത്തിലെ പ്രജകളാണ് നമ്മളൊക്കെ എന്നുള്ള സത്യം നമ്മൾ മറന്നു കളയരുത്. അപ്പോസ്തലപ്രവൃത്തി 1-6 വാക്യം ശിഷ്യന്മാർ ചോദിക്കുന്ന ചോദ്യം. അപ്പോസ്തലപ്രവൃത്തി 1-6 വാക്യം. അവരെല്ലാം ചോദ്യം ഇതാ, രാജ്യം എന്നുള്ളതാണ് അവരുടെ ചോദ്യം. ഇല്ലേ? യഹൂദരുടെ ഏറ്റവും വലിയ ചോദ്യം അതാണ്. അവരുടെ നഷ്ടപ്പെട്ട രാജ്യം അവർക്ക് മടക്കി കിട്ടണം. അല്ലേ? റോമാ സാമ്രാജ്യത്തിന്റെ അധീനതയിൽ നിന്ന്, റോമൻ ചക്രവർത്തിമാരുടെ ഭരണത്തിന്റെ കീഴിൽ നിന്ന് ഞങ്ങളുടെ രാജ്യം നമുക്ക് തിരിച്ചു കിട്ടി, നമുക്ക് സുശക്തമായ ഒരു ഭരണ സംവിധാനത്തിന്റെ കീഴിലായി യഹോവയായ ദൈവം രാജാവായി അംഗീകരിക്കുന്നില്ല. അവരുടെ ചിന്തയല്ല. ഇന്നത്തെ പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് വ്യത്യാസം തന്ന് അവർക്ക് സ്വന്തമായി മുൻപോട്ട് പോകുവാനുള്ള ഒരു സാഹചര്യങ്ങൾ എവിടെയും അതിനുവേണ്ടി അവരെ രക്ഷപ്പെടുത്തുവാൻ ഒരു മിശിക കടന്നു വരുമെന്നുള്ള ചിന്ത അവരുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് ആ രാജ്യമാണ് അവർ മനസ്സിലിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്, കർത്താവേ ഞങ്ങളെ എപ്പോൾ എന്ത് പറഞ്ഞു എപ്പോൾ ഞങ്ങളുടെ രാജ്യം പുനഃസ്ഥാപിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നഷ്ടങ്ങളൊക്കെ എപ്പോൾ ഞങ്ങൾക്ക് മടക്കി കിട്ടും. ഇന്ന് ഞങ്ങളെ ആരാ ഭരിക്കുന്നത്? ഞങ്ങളെ ഭരിക്കുന്നത് റോമൻ സാമ്രാജ്യമാണ്. പിലാത്തോസ് അവിടുത്തെ ഗവർണർ അല്ലേ? മതപൗരൂർ ഇവിടെ നിൽക്കുന്നുവെങ്കിലും ഇവർ ആകെ അധീനതയിലാണ്. റോമൻ ചക്രവർത്തിമാരുടെ അധീനതയിൽ. ഇസ്രായേൽ അമ്മയാന്റെ പ്രചരണത്തിൽ അത് നമ്മൾ വായിക്കുന്നുണ്ട്, പുസ്തകത്തിൽ അത് വായിക്കുന്നുണ്ട്. ബൈബിളിലോ നമുക്ക് പ്രവചനം അതിന്റെ 9-ാം അധ്യായത്തിന്റെ 36-ാം വാക്യത്തിൽ ഞങ്ങൾക്ക് ദാസന്മാർ നീ ഞങ്ങൾ പിതാക്കന്മാർക്ക് ഫലവും ഗുണവും അനുഭവിക്കാൻ ഈ ദേശത്ത് തന്നെ ഇതാ ഞങ്ങൾ ദാസന്മാരായിരിക്കുന്നു. ഈ ദാസ്യസ്ഥിതിയിൽ ഞങ്ങൾക്ക് അധികം മുൻപോട്ട് പോകാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് എന്ത് വേണം? ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുനഃസ്ഥാപനം ആവശ്യമാണ്. നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് മടക്കി ലഭിക്കണം. അതെപ്പോൾ സംഭവിക്കും? അതാണ് അവർ ചോദിക്കുന്നില്ലേ? ഞങ്ങൾക്ക് എന്നീ പുനഃസ്ഥാപനം ലഭിക്കും? യേശു ആ ചോദ്യത്തിന് പറഞ്ഞ മറുപടി എന്നാണ്? അടുത്ത വാക്യത്തിൽ വായിക്കും, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ നിങ്ങൾ യേശു അവരുടെ ശ്രദ്ധ മാറ്റുന്നില്ലേ? അല്ലേ? ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞങ്ങൾ ഇന്നായിരിക്കുന്ന ഈ അവസ്ഥയ്ക്ക് എപ്പോൾ വ്യത്യാസം വരുമെന്നും ഞങ്ങൾ ഇന്നായിരിക്കുന്ന ഈ തകർച്ച വരുമെന്നും ഞങ്ങളുടെ രാജ്യം എപ്പോൾ പുനഃസ്ഥാപിക്കപ്പെടുമെന്നും ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുമ്പോൾ യേശു പറയുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി പ്രാപിക്കും, എന്റെ സാക്ഷികളാവും. അത് വലിയ ദൗത്യത്തിലേക്കാണ് യേശുവിനെ പറഞ്ഞുവിടുന്നത്. എന്ന് പറഞ്ഞാൽ യേശു പറയുന്നത്, എന്റെ രാജ്യം വെറും രാഷ്ട്രീയമായ ഒരു പുനഃസ്ഥാപനമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. രാജാവായ യേശുവിന്റെ സാക്ഷികളായി പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിന്
സ്വർഗം ഒരുക്കുന്നതിന് നിത്യരാജ്യമുണ്ട്. ആ നിത്യരാജ്യത്തിലേക്ക് ഇവര് ഈ ഭൗതികമായ രാജ്യത്തിൽ നിന്ന് ഇവരുടെ ശ്രദ്ധ എങ്ങോട്ട് മാറ്റുന്നു? ഒരു നിത്യമായ രാജ്യത്തിലേക്ക് യേശു തന്റെ ജനത്തിന്റെ ശ്രദ്ധ മാറ്റുന്ന അനുഭവങ്ങൾ കാണുന്നു. മത്തായിയുടെ സുവിശേഷം 3:2 യോഹന്നാൻ സ്നാപകന്റെ ഒരു പ്രഖ്യാപനം നമ്മൾ കാണുന്നുണ്ട്. മാനസാന്തരപ്പെടുകയും സ്വർഗരാജ്യം സമീപിച്ചിരിക്കുക. അത് രാജാവ് വരുന്നു, രാജ്യം സമീപിക്കുന്നു, ജനങ്ങൾ മാനസാന്തരപ്പെടും. രാജാവിന് വരുന്നതിന് മുമ്പ് ജനത്തിന്റെ ഹൃദയം എന്ത് ചെയ്യണം? തയ്യാറാകണം, അല്ലേ? യോഹന്നാൻ അങ്ങനെയല്ലേ പ്രസംഗിച്ചത്? സ്വർഗരാജ്യം വരുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ വലിയൊരു രാജാവിന്റെ ഭരണവും വരുന്നു. അതിന് മുന്നേ ജീവിതത്തിൽ വരുന്നതായ മാറ്റങ്ങൾ വരുവാനിടയാണ്. മത്തായി 14 യേശു പറഞ്ഞ മാനസാന്തരപ്പെടുകയും സ്വർഗരാജ്യം ഇല്ലേ? അപ്പോൾ അങ്ങനെയല്ലേ വായിക്കുന്നത്? രണ്ടും ഒന്നിനെ വായിക്കുന്നത്. യോഹന്നാൻ പറയുന്നു, യോഹന്നാന്റെ സന്ദേശം എന്ന് പറയുന്നത് രാജാവിന്റെ വരവിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പില്ലേ? യേശു തന്റെ സന്ദേശത്തിൽ പറയും, രാജാവ് വന്നിരിക്കുന്നു എന്ന പ്രഖ്യാപനം നിങ്ങൾ അതിലേക്ക് കടക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അല്ലേ? അപ്പോൾ മത്തായി 5 വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. മത്തായി 3 നമ്മൾ കാണുന്നു രാജ്യം സമീപിച്ചിരിക്കുന്നു. മത്തായി 4 രാജാവ് വന്നു, തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നു. മത്തായി 5 രാജാവ് തന്റെ രാജ്യത്തിന്റെ ജീവിത രീതി എന്താണെന്ന് പഠിപ്പിക്കുന്ന, രാജ്യത്തിലേക്ക് കടക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നില്ലേ? അപ്പോൾ ഈ കേട്ട ചിന്തകളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ മലയിൽ ഇരിക്കുന്ന യേശു വെറും ഒരു ഗുരുവല്ല, ഒരു ടീച്ചറല്ല. ആ മലയിൽ ഇരിക്കുന്ന യേശു പഴയ നിയമത്തിലെ ഈ രാജാവ് യഹോവയാണെങ്കിൽ പുതിയ നിയമത്തിലെ രാജാവ് ആരാണ്? നസ്രായനായ യേശു. അപ്പോൾ മലയിൽ പ്രഖ്യാപിക്കുന്നതും പ്രസംഗിക്കുന്നവനാരാണ്? രാജാവാണ്. അവന്റെ മുന്നിൽ ഇരിക്കുന്നവർ വെറും വിദ്യാർത്ഥികളല്ല, രാജ്യത്തിന്റെ പൗരന്മാരാകുവാൻ വിളിക്കപ്പെട്ട ശിഷ്യന്മാരാണ്. ഇന്ന് പോലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ രാജാവ് നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മൾ ആ രാജ്യത്തിന്റെ പൗരന്മാരാണെന്ന് മനസ്സിലാക്കി ആ പൗരന്മാർ എങ്ങനെ ജീവിക്കണമെന്ന് ദൈവാത്മാ നമ്മോട് സംസാരിക്കുമ്പോൾ, രാജാവ് കൽപ്പിക്കുമ്പോൾ അതനുസരിച്ച് ജീവിക്കുവാൻ നമ്മുടെ ജീവിതത്തെ ഒരുക്കുവാൻ ഈ പകൽ അപ്പോൾ ദൈവരാജ്യം എന്നത് ദൈവത്തിന്റെ പരമാധികാരം, ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനവും ദൈവത്തിന്റെ പരമാധികാരവും തമ്മിലുള്ള വളരെ ആഴമേറിയ ബന്ധമുണ്ട്. ദൈവരാജ്യം എന്നുള്ളത് ദൈവത്തിന്റെ പരമാധികാരത്തെ സൂചിപ്പിക്കുന്നുവെങ്കിൽ ഒരു രാജ്യമുണ്ടെങ്കിൽ ആ രാജ്യത്തിന് എന്തുണ്ടാകണം? ഒരു രാജാവ് ഉണ്ടായിരിക്കണം, അല്ലേ? രാജാവുണ്ടെങ്കിൽ രാജാവിന് അധികാരവും പരമാധികാരവും ഉണ്ടാകും. നമ്മുടെ ദൈവരാജ്യത്തെ പറ്റി പഠിക്കുന്നില്ലേ? സ്വർഗരാജ്യത്തെ പറ്റി പഠിക്കുന്നത്. അപ്പൊ സ്വർഗരാജ്യം ഉണ്ടെങ്കിൽ സ്വർഗരാജ്യത്തിൽ എന്തുണ്ട്? ഒരു രാജാവുണ്ട്. ആ സ്വർഗരാജ്യത്തിൽ രാജാവുണ്ടെങ്കിൽ ആ രാജാവിന് അധികാരമുണ്ട്, പരമാധികാരമുണ്ട്. ആ രാജാവിന്റെ പ്രജകൾ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും. അപ്പൊ ആ രാജാവിന് മുന്നിലാണ് നമ്മൾ ഇരുന്ന് വചനം കേൾക്കുന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ദൈവരാജ്യം എന്നത് ദൈവം ഭരിക്കുന്ന ഒരു സ്ഥലം മാത്രമല്ല, രാജാവായി ഭരിക്കുന്നത് ഒരു ഇഷ്ടം നടപ്പാക്കുന്ന സ്ഥലമാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, ആ രാജസന്നിധിയിലേക്ക് ആരെങ്കിലും പ്രവേശിപ്പിക്കണമെങ്കിൽ ആർക്കാണ് അതിന് അധികാരം? രാജാവ് മാത്രമല്ലേ? നമ്മൾ ബക്കിംഗ്ഹാം പാലസിൽ പോയി രാജാവിനെ കാണണമെങ്കിൽ ആർക്കെങ്കിലും ഓടിപ്പോയി കാണാൻ പറ്റുമോ? എന്ത് വേണം? സ്വമേധയാ അവിടെ ചാടി കയറി ഞാൻ ഇന്ന ആളാണ്, എനിക്ക് ഇന്ന കഴിവുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുമോ? ഈവൻ യുണൈറ്റഡ് കിങ്ഡത്തിന്റെ പ്രൈം മിനിസ്റ്റർ പോലും അവിടെ ചെല്ലണമെങ്കിൽ എന്ത് വേണം? അപ്പോയിൻമെന്റ് എടുക്കണം, അല്ലെങ്കിൽ രാജാവിൽ നിന്ന് ഇൻവിറ്റേഷൻ കിട്ടുവാനിടയാകണം, അല്ലേ? ഇൻവിറ്റേഷൻ കിട്ടിയവർക്ക് ധൈര്യത്തോടെ അങ്ങോട്ട് എന്തുണ്ട്? പ്രവേശനമുണ്ട്, അല്ലേ? അപ്പോൾ ഈ ലോകത്തിന്റെ രാജാവിന്റെ അടുക്കിലേക്ക് ചെല്ലണമെങ്കിൽ ഇൻവിറ്റേഷൻ ആവശ്യമാണെങ്കിൽ സർവ്വലോകത്തിന്റെ ഉടയവനായ രാജാവിന്റെ അടുക്കിലേക്ക് ചെല്ലണമെങ്കിൽ നമ്മുടെ
മാനുഷികമായ അവകാശം കൊണ്ട് പറ്റുന്നില്ല, വിനയോ ദൈവത്തിൻ്റെ കൃപയാലുള്ള ഒരു ക്ഷമനം കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. ക്രൈസ്തവ നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല ഞാൻ നല്ല മനുഷ്യനാണ്, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പ്രവേശിക്കാമെന്ന് പറയാൻ പറ്റത്തില്ല. നാം പറയേണ്ടത് ക്രിസ്തുവിനെ വിളിച്ചു, എനിക്ക് കൃപ നൽകി, അവരുടെ ക്ഷണം സ്വീകരിക്കാനൊരു ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ കിട്ടി. പുറപ്പാട് 33-ാം വാക്യത്തിൽ മോശ പറയുന്ന ഒരു വാക്കുണ്ട്. മോശയോട് ദൈവം പറയുന്നു, എനിക്ക് കരുണ തോന്നണമെന്നുള്ളവരോട് എനിക്ക് കരുണ കാണിക്കും, അല്ലേ? 13 വായിച്ചേ. എന്റെ മഹിമയെ നിന്റെ മുമ്പാകെ കടക്കുമാറാക്കി കാണിക്കും. കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവരോട്. അപ്പൊ ദൈവത്തിന്റെ കരുണ അർഹതയുടെ പ്രതിഫലമല്ല, അത് കൃപയാൽ ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് രക്ഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളെപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, കൃപ. അതാണ് പൗലോസ് പോലും പറയുന്നത്, ഞാൻ ആയിരിക്കുന്നത് കൃപയാൽ. എൻ്റെ 3 ഡോക്ടറേറ്റ് ഡിഗ്രി കൊണ്ടല്ല, ഞാൻ കൃപയാൽ ആയിരിക്കുന്നത്, കൃപയാൽ. മത്തായി സുവിശേഷം 15:27 നമ്മൾ വായിക്കുന്നത്, യേശു പറയുന്നു, പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനല്ലാതെ ആർക്കും പിതാവിനെ കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ, പിതാവിനെ കാണുവാൻ പറ്റുന്നത് മാനുഷികമായ സ്വാഭാവിക കഴിവുകൊണ്ട് കാണാൻ പറ്റത്തില്ല. പിന്നെയോ പുത്രനത് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഇവിടെ യേശു വെളിപ്പെടുത്തുമ്പോൾ നമുക്ക് പിതാവിനെ കാണാൻ പറ്റും. യേശു വഴി കാണിക്കുന്ന അധ്യാപകനല്ല, അവൻ തന്നെ വെളിപ്പെടുത്തലിന്റെ കേന്ദ്രമാണ്. നമ്മോട് സംസാരിക്കുന്ന ഈ കർത്താവ് അത് വെറും അധ്യാപകനല്ല, വെളിപ്പെടുത്തുന്ന ഒരു കേന്ദ്രമാണ്. യോഹന്നാൻ 5:21 വായിക്കുന്നു, യേശു പറയുന്നു, പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ചതുപോലെ ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ. കർത്താവ് ടീച്ചർ മാത്രമല്ല, പ്രോഫറ്റ് മാത്രമല്ല, ഹീലർ മാത്രമല്ല, ജീവൻ നൽകുന്ന ഒരു ജീവന്റെ ഉറവിടമാണ്. എൻ്റെ വാക്കുകളെ ഇന്ന് പൽക്കാലം അവസാനിപ്പിക്കാം. അടുത്ത സെക്ഷനിലേക്ക് ആയിട്ടാണ് കടക്കുവാൻ കഴിയാം. അപ്പോൾ ഇന്ന് പകലിൽ നമ്മോട് സംസാരിക്കുന്ന നമ്മുടെ കർത്താവ് ആരൊക്കെയാണ് നോക്കുവാൻ കഴിയാം. സ്വർഗരാജ്യത്തെ വിഷയത്തെ പറ്റിയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ആണോ? സ്വർഗരാജ്യ എന്ന വിഷയത്തെ പറ്റി നമുക്ക് എന്തൊക്കെ ഇന്ന് പൽക്കാലം മനസ്സിലാക്കാനിടയായി? സ്വർഗരാജ്യത്തിൽ എന്തുണ്ട്? ആമേൻ. ഒരു രാജാവ് അതിനുള്ളിലുണ്ട്, രാജ്യത്വമുണ്ട്. രാജ്യത്വമുണ്ടെങ്കിൽ അതിനുള്ളിൽ രാജാവുണ്ട്. ആ രാജാവിന്റെ അടുക്കലേക്ക് ഒരാൾ, ആ രാജ്യത്വത്തിലേക്ക് ഒരാൾക്ക് പ്രവേശിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു ഇൻവിറ്റേഷൻ വേണം, അല്ലേ? ശരിയാണോ? ബക്കിംഗ്ഹാം പാലസിലേക്ക് പോകണമെങ്കിൽ ഇൻവിറ്റേഷൻ വേണ്ടതുപോലെ, ലോകത്തിന്റെ രാജാക്കന്മാരെ കാണണമെങ്കിൽ ഇൻവിറ്റേഷൻ വേണ്ടതുപോലെ, സ്വർഗീയ രാജാവിനെ കാണണമെങ്കിൽ എന്ത് വേണം? അപ്പം നമ്മുടെ മനുഷ്യമായ ഈ പാപിടിച്ചവരെ നമുക്ക് ഈ മഹാരാജാവിനെ കാണാൻ പറ്റും. അതുകൊണ്ട് കൃപയാൽ പുത്രമുഖാന്തരം നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടി. അതിൻ്റെ പേരാണ് കൃപ. പ്രൈസറും ആ ഇൻവിറ്റേഷൻ സ്വീകരിച്ചവർക്ക് എന്ത് സംഭവിക്കും? പിതാവിനെ ഇല്ലേ? നമ്മുടെ രാജാവ് വിവാഹത്തെ പറ്റി നമുക്കറിയാമല്ലേ? എല്ലാവർക്കും ഇൻവിറ്റേഷൻ കൊടുത്തില്ലേ? വഴിവെക്കി ഇരുന്നവർക്കും എല്ലാവർക്കും ഇൻവിറ്റേഷൻ കൊടുത്തു. ആരൊക്കെ അംഗീകരിച്ചു? കല്യാണ ദിവസമായപ്പോൾ ആ മീൻവേലി ചെയ്തവരാരും വന്നില്ല, അല്ലേ? അതുകൊണ്ട് വഴിയോരത്തിരുന്നവർക്ക് അവസരം കിട്ടിയില്ലേ? ഇല്ലേ? അവരെ ഇൻവിറ്റേഷൻ 2 കൈയിൽ നിന്ന് സ്വീകരിച്ചു. അവർക്കില്ലാണ് ഇതുപോലെ കേൾക്കുന്ന ഈ മഹാരാജാവ് സകല ലോകത്തെ ശ്രദ്ധിച്ച ദയാവിന്റെ മുന്നിൽ കടന്നില്ലേ എന്നുള്ളത് മാനുഷികമായി സാധ്യമായ കാര്യമല്ല. എന്നാൽ ക്രിസ്തു മുഖാന്തരം ഇതിന്റെ മുകളിൽ നമുക്കൊരവസരം തരിക. അവയിൽ ആരെങ്കിലും ഈ നല്ല ദൈവത്തെ അംഗീകരിക്കാം, ഈ ഇൻവിറ്റേഷൻ അംഗീകരിക്കാൻ മാറി നിൽക്കുകയും ഇന്ന് ഈ വചനത്തിന് മുന്നിൽ സമയം
സമർപ്പിച്ച് അമ്മ മഹാരാജാവിന്റെ മുന്നിലേക്ക് അടുത്തേറ്റുവാൻ നമ്മുടെ കർത്താവ് വരുവാൻ സമയമായി. ആ മഹാരാജാവിന്റെ മുന്നിലേക്ക് അടുത്തേറ്റുവാൻ പുത്രമഹാന്റെ ഒരിക്കൽ കൃപയാൽ നൽകി തന്നിരിക്കുന്ന ഈ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് അപ്പന് പാലത്തിൽ സമർപ്പിച്ച് ക്രിസ്തുവിനോട് പോകുമ്പോൾ സർവശക്തനായ ദൈവം നമുക്ക് കൃപ സ്വർഗ്ഗരാജ്യം ഉണ്ടെന്നവർക്കാൽ പണിയായി നമ്മൾ ചിന്തിച്ചാലും ചിന്തിച്ചില്ലെങ്കിലും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഒരു നിത്യതയുണ്ട്, ഒരു സ്വർഗരാജ്യമുണ്ട്, ഒരു തീനരകമുണ്ട്. നമ്മൾ എവിടെ ചെല്ലണമെന്ന് ദൈവാത്മീയവരോട് സംസാരിച്ചു. ആ സ്വർഗരാജ്യത്തിൽ എത്തിച്ചാൽ നമുക്ക് ദൈവത്തിന്റെ വഴിയിൽ എന്ത് വേണം? ഈ ഇൻവിറ്റേഷൻ സ്വീകരിച്ചെങ്കിലേ പറ്റുകയുള്ളൂ. നമ്മുടെ കടകളിൽ ഇന്ന് കാലം ശക്തമായി വചനത്തിന് സമർപ്പിക്കും. പരിശുദ്ധ നല്ല ദൈവി, നല്ല സ്വർഗീയനായി ഒരു നല്ല സ്വർഗരാജ്യത്തെ ദൈവാത്മീയതയാണ് കേൾപ്പിക്കാനിടയായിരുന്നു. ആ വചനത്തിന് മുന്നിൽ ഞങ്ങളെ സമർപ്പിക്കും. എന്ന് കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് പൽക്കാലം ഈ സ്വർഗരാജ്യത്തിൻ്റെ അംഗങ്ങളാകുവാൻ സാധിച്ചിട്ടില്ല. ഈ പൽക്കാലം അവരുടെ തീരുമാനത്തിന് വരെ സ്വർഗത്തിലെ ദൈവം മുദ്രയിട്ട് അവരെ നിത്യനിരോധിക്കാരാക്കാൻ പറ്റി കർത്താവിൻ്റെ വരവിൽ അവർ കാണപ്പെടുവാൻ സർവശക്തനായി ദൈവയാക്കണം. കേൾപ്പിക്കപ്പെട്ട വചനം ഞങ്ങളുടെ മാറ്റണം. ഞങ്ങളെ നിത്യതയോടെ അടുപ്പിക്കുന്ന ദിവ്യപ്രഭാഷണത്തിലേക്ക് ദൈവാത്മ ഞങ്ങളെ കലപിടിച്ച് നടത്തുമ്പോൾ ഓരോ ദിവസവും ഞങ്ങളെ തന്നെ ഒരുങ്ങുവാൻ, അനേകം ഒരുക്കുവാൻ, ഞങ്ങളുടെ വ്യത്യാസങ്ങൾ വേണ്ടി മുന്നേറുവാൻ നടക്കുന്ന വിശുദ്ധ സഭായോഗത്തിന്റെ മുഴുവൻ കൃപോട് തിരുപ്പാത്രത്തിൽ പ്രാർത്ഥന കേട്ടനായി സ്വന്തം ശ്രീ